Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced ട്യൂട്ടോറിയൽസിന്റെ 96th ലെസൺ ആണിത്. ഈ ലെസണിലൂടെ മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. PBR ടെക്സ്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കുവാൻ ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡിഫറെന്റ് വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ടെക്സ്ചേഴ്സിനെ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു മെറ്റീരിയലായി കൺവേർട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുവാൻ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ പ്രൊജക്റ്റുകളിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു ബട്ടനായി ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ടെക്സ്ചർ ലോഡറിൻ്റെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വീറെ, കൊറോണ, അർണോൾ തുടങ്ങിയ ഡിഫറെന്റ് റെൻഡർ എൻജിൻസിന്റെ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ സെക്ഷനിൽ വീറെയാണ് ഇവിടെ ഡിഫോൾട്ടായി ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്ചേഴ്സിനെ ആഡ് ചെയ്യാൻ ലോഡ് ടെക്സ്ചേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ടെക്സ്ചേഴ്സിനെയും സെക്കൻഡുകൾക്കുള്ളിൽ ഒരു മെറ്റീരിയലായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പോളിഗൺ ടെക്സ്ചേഴ്സ്, textures.com തുടങ്ങിയ ഡിഫറെന്റ് വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ടെക്സ്ചേഴ്സിനെയാണ് മെറ്റീരിയൽ ടെക്സ്ചർ ലോഡറിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഒരു മെറ്റൽ ടൈപ്പ് ടെക്സ്ചറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ലോഡ് ടെക്സ്ചർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ടെക്സ്ചേഴ്സിന്റെ പേര് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു ടെക്സ്ചേഴ്സിനെ എല്ലാം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഓപ്പൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ കാണാം നമ്മൾ ആഡ് ചെയ്ത ഇമേജസ് ഡിഫ്യൂസ്, റിഫ്ലക്ഷൻ, ഗ്ലോസിനെസ്, IR തുടങ്ങിയതിലേക്ക് പ്ലേസ് ആയിരിക്കുകയാണ്. ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ഈ ഒരു മാപ്സിൽ ഇതിന്റെ വാല്യൂസ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്രിയേറ്റ് മെറ്റീരിയൽ എന്ന ഈ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നെയിമായി ആ മാപ്പിലുള്ള ഒരു പേരാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്കിവിടെ പേര് റീപ്ലേസ് ചെയ്യുകയോ ഇവിടെ ഓട്ടോമാറ്റിക്കായി ലഭിച്ചിട്ടുള്ള ഈ ഒരു ടെക്സ്ചേഴ്സിന്റെ പേരിൽ തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഓക്കെ പ്രസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓക്കെ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെറ്റീരിയലിനെ ഇന്ററാക്റ്റീവ് റെൻഡറിങ്ങിലൂടെ ഇതിന്റെ റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സീനിലേക്ക് ഞാൻ ഇതിനെ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഇതുപോലെ നമുക്ക് റിസൾട്ട് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഈ ഒരു മെറ്റാലിക് ടെക്സ്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുന്ന ചേഞ്ചസ് നമ്മൾ അസൈൻ ചെയ്ത ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കിതിൻ്റെ IR വാല്യൂ, റിഫ്ലക്ഷൻ കളർ തുടങ്ങിയ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു റിഫ്ലക്ഷൻ കളറിൽ ഒരു ബ്രോൺസ് കളർ ആഡ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു റിഫ്ലക്ഷൻ മാപ്സിൽ 50 ആണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ റിഫ്ലക്ഷനിൽ ആഡ് ചെയ്ത ഈ ഒരു ബ്രോൺസ് കളർ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്വിക്കായി ഒരു മെറ്റീരിയലിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെറ്റീരിയലിനെ കോമ്പാക്ട് മെറ്റീരിയൽ എഡിറ്ററിലേക്കോ സ്ലേറ്റ് മെറ്റീരിയൽ എഡിറ്ററിലേക്കോ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു സ്ലേറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ സ്ലേറ്റ് മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെറ്റീരിയൽ ഇവിടെ കാണാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ടെക്സ്ചർ ലോഡറിൽ അടുത്ത മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു റീസെറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു റീസെറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ റീസെറ്റായി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ടെക്സ്ചേഴ്സിനെ ലോഡ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ലോഡ് ടെക്സ്ചേഴ്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തായി ഒരു പേയ്മെന്റ് ടെക്സ്ചേഴ്സിനെയാണ് ഞാൻ ഇവിടെ ലോഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. textures.com നിന്ന് ഡൗൺലോഡ് ചെയ്ത ടെക്സ്ചേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ടെക്സ്ചേഴ്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി ഈ ഒരു ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്ചേഴ്സിനെ മെറ്റീരിയൽ ടെക്സ്ചർ ലോഡറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ടെക്സ്ചേഴ്സ് ഇതിൽ ആഡ് ആയിരിക്കുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം.
നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഈ ഒരു പ്ലെയിനിലേക്ക് അസൈൻ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു മെറ്റീരിയലിനെ ഈ ഒരു പ്ലെയിനിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഡിഫറെൻറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ടെക്സ്റ്റേഴ്സിനെ ക്വിക്കായി നമ്മുടെ സീനുകളിലേക്ക് യൂസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒബ്ജക്റ്റുകളിലേക്ക് ഡിസ്പ്ലേസ്, UVW മാപ്പ് തുടങ്ങിയ മോഡിഫയേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അപ്ലൈ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ബംപ് തുടങ്ങിയ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ UVW മാപ്പ്, ഡിസ്പ്ലേസ്, അപ്ലൈ ടു സെലക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ മോഡിഫയേഴ്സിനെ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം ടെക്സ്റ്റേഴ്സിനെ ക്വിക്കായി ലോഡ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ടെക്സ്റ്റർ ലോഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽ ടെക്സ്റ്റർ ലോഡർ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിനൊരു ബട്ടനായി ആഡ് ചെയ്യുന്നതിനായി ഇൻസ്റ്റാളേഷന് ശേഷം 3ds Max ക്ലോസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യേണ്ടതാണ്. 3ds Max റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ DMZ എന്ന ഈ ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. മെറ്റീരിയൽ ടെക്സ്റ്റർ ലോഡർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ടെക്സ്റ്റർ ലോഡർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ബട്ടനായി ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.